ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് തമ്മിലുള്ള രണ്ടാമത്തെ ടെസ്റ്റ് മഴ മാറിക്കൊണ്ട് കളി നടന്നു. കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിവസമായിട്ടുള്ള ഇന്ന് ബംഗ്ലാദേശിന്റെ ഒന്നാം ഇന്നിംഗ്സ് 233 റൺസിൽ അവസാനിപ്പിക്കുകയായിരുന്നു ടീം ഇന്ത്യ. പിന്നീട് നമ്മൾ എന്താണ് കാണുന്നത്? T20 ഒക്കെ വെല്ലുന്ന രീതിയിൽ മറുപടി ബാറ്റിംഗിൽ അതിവേഗം റൺസ് അടിച്ച് ലീഡ് എടുക്കുന്ന ഇന്ത്യൻ ടീമിനെയാണ്. ബംഗ്ലാദേശിനെതിരെ 52 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിക്കൊണ്ട് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന്റെ 2 വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് നാടകീയ വിജയത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഏതായാലും അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. 4ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് കളി നിർത്തുമ്പോൾ ബംഗ്ലാദേശ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 26 റൺസ് എന്ന നിലയിലാണ്. 7 റൺസോടെ ഷദ്മാൻ ഇസ്ലാമും അതുപോലെ തന്നെ റണ്ണൊന്നും എടുക്കാതെ മോനിമുൽ ഹക്കുമാണ് ക്രീസിലുള്ളത്. ഏതായാലും ഒന്നാം ഇന്നിംഗ്സിൽ മഴ മാറിക്കൊണ്ടിരുന്ന 4ാം ദിവസം 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 എന്ന സ്കോറിലായിരുന്നു ക്രീസിലേക്ക് എത്തിയത് ബംഗ്ലാദേശെങ്കിൽ മോനിമുൽ ഹക്കിന്റെ അപരാജിത സെഞ്ചുറിയുടെ കരുത്തിലാണ് അവർ 233 റൺസ് എടുത്തത്. അങ്ങനെ ലഞ്ചിന് ശേഷം അവർ ഓൾ ഔട്ട് ആയി പോവുകയായിരുന്നു. ടീം ഇന്ത്യക്കായിട്ട് ജസ്പ്രീത് ബുംറ 3 വിക്കറ്റുകൾ എടുത്തപ്പോൾ അശ്വിനും സിറാജും ആകാശ് ദീപും 2 വീതം വിക്കറ്റും എടുത്തു. ജഡേജ 1 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും മറുപടി ബാറ്റിംഗിൽ തീർച്ചയായിട്ടും ടീം ഇന്ത്യ എന്തൊരു അതിവേഗത്തിലാണ് ബാറ്റ് ചെയ്ത് വീശിയത്. അതെ, എത്രയും വേഗം ബംഗ്ലാദേശിന്റെ സ്കോർ മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ T20 പോലും വെല്ലുന്ന ശൈലിയിൽ തകർത്തടിച്ചുകൊണ്ടാണ് ഇന്ത്യ തുടങ്ങുന്നതെന്ന് 3.1 ഓവറിൽ തന്നെ 50 റൺസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ. ടെസ്റ്റ് ക്രിക്കറ്റിലെ അതിവേഗ ടീം 50 അടിച്ചെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. അതെ, അതൊരു റെക്കോർഡ് തന്നെയാണ്. നേരിട്ട ആദ്യ 2 പന്തും സിക്സറിന് പറത്തിക്കൊണ്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 11 പന്തുകളിൽ നിന്ന് 23 റൺസ് എടുത്തുകൊണ്ടാണ് പുറത്താവുന്നത്. 51 പന്തിൽ 72 റൺസ് അടിച്ചുകൂട്ടിക്കൊണ്ട് ജയ്സ്വാളിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് നമ്മൾ കാണുന്നത്. 36 പന്തുകളിൽ നിന്ന് 39 റൺസാണ് ഗില്ലിന്റെ സംഭാവന. അങ്ങനെ അവർ 11ാമത്തെ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ 100 കടത്തിയിട്ടുണ്ടായിരുന്നു റൺസ്. ടെസ്റ്റ് ചരിത്രത്തിൽ ഒരു ടീമിന്റെ ഏറ്റവും വേഗമേറിയിട്ടുള്ള ടീം സെഞ്ചുറി കൂടിയാണിത്. അതെ, ഇതും ഒരു കിടിലൻ റെക്കോർഡാണ്. പിന്നീട് ഋഷഭ് പന്ത് 9 റൺസ് എടുത്ത് നിരാശപ്പെടുത്തിയെങ്കിൽ കൂടി വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ KL രാഹുലും ചേർന്നുകൊണ്ട് അതിവേഗത്തിൽ ബാറ്റ് വീശിക്കൊണ്ട് ഇന്ത്യയെ അതിവേഗത്തിൽ 150ഉം 200 ഒക്കെ കടത്തിക്കൊണ്ട് റെക്കോർഡുകൾ കുറിക്കുകയായിരുന്നു.